കല്യാണ പല്ലക്ക്. തന്റെ പ്രാർത്ഥന കഴിഞ്ഞോ? ഗായത്രി അടുത്തേക്ക് വന്നതും മഹേഷ് ചോദിച്ചു. ഉം, കഴിഞ്ഞു. തലയാട്ടിക്കൊണ്ട് ഗായത്രി പറഞ്ഞു. എപ്പോഴാ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? ഗായത്രി ആകാംക്ഷയോടെ മഹേഷിനോട് ചോദിച്ചു. അതിനെന്താ, നമുക്ക് ഇപ്പൊ തന്നെ തന്റെ വീട്ടിലേക്ക് പോകാമല്ലോ. ശരിക്കും? മഹേഷ് അത് പറഞ്ഞപ്പോ ഗായത്രിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. എങ്കിൽ പിന്നെ വേഗം വാ, സമയം കളയണ്ട. അതും പറഞ്ഞ് മഹേഷിനേക്കാൾ മുന്നേ ഗായത്രി ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് നടന്നു. അവൾക്ക് പിന്നാലെ ഒരു ചെറു ചിരിയോടെ മഹേഷും. ആ ക്ഷേത്രമുറ്റത്തു നിന്ന് അവരുടെ കാർ നേരെ പോയത് മാഷിന്റെ വീട്ടിലേക്കായിരുന്നു. പതിവ് പോലെ ഉമ്മറത്തിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാഷ്. മുറ്റത്തേക്ക് ഒരു കാർ വന്ന് നിന്നത് കണ്ടതും മാഷിന്റെ ശ്രദ്ധ മുഴുവനും അവിടേക്കായി. നിമി നേരത്തിനുള്ളിൽ തന്നെ അയാൾ തിരിച്ചറിഞ്ഞു അത് മഹേഷിന്റെ കാറാണെന്ന്. വായിച്ചുകൊണ്ടിരുന്ന പത്രം മടക്കി ഇരുന്ന് കസേരയിലേക്ക് വെച്ചുകൊണ്ട് മാഷ് ധൃതിയിൽ ഉമ്മറത്തേക്ക് ഇറങ്ങി. ആ സമയം കൊണ്ട് തന്നെ ഗായത്രി ഡോർ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു. മാഷ് അകത്തേക്ക് നോക്കി ശ്യാമളയെ വിളിച്ചു. ശ്യാമളെ, എടോ ഒന്നിങ്ങി വന്നേ. ഇതാരൊക്കെയാ വന്നത് നോക്കിയേ. കേട്ട പാതി കേൾക്കാത്ത പാതി അടുക്കളയിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ശ്യാമള ചട്ടുകവുമായി തന്നെ ഉമ്മറത്തേക്ക് വന്നു. എന്താ മാഷേ, എന്താ പറ്റിയേ? അവർ കരുതിയത് മാഷിക്ക് പെട്ടെന്ന് എന്തോ വയ്യായികയാണ്. അങ്ങനെ മാഷ് വിളിച്ചതാവുന്നാണ്. എടോ, ഇത് ആരാ നിൽക്കുന്നതെന്ന് നോക്കി. മഹേഷിനൊപ്പം നടന്നു വരുന്ന ശ്യാമളയെ കണ്ണെടുക്കാതെ നോക്കി. മഹേഷിനൊപ്പം നടന്നു വരുന്നവളെ ശ്യാമള കണ്ണെടുക്കാതെ നോക്കി. ഇന്നലെ വരെ നന്നേ ചെറിയ കുട്ടിയായിരുന്നവൾ ഇന്നിതാ സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് സിന്ദൂരം അണിഞ്ഞ് ഒരു ഭാര്യയായി തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ശ്യാമളയ്ക്കെന്തോ കണ്ണിൽ ചെറുതായി വെള്ളം വന്നു. അവരത് സമർത്ഥമായി സാരിത്തുമ്പിൽ ഒപ്പിയെടുത്തുകൊണ്ട് ഗായത്രിക്ക് അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. വാ മോനെ, അകത്തേക്ക് കയറി വാ. ഒപ്പം മഹേഷിനെയും അകത്തേക്ക് ക്ഷണിക്കാൻ മറന്നില്ലവർ. മഹേഷ് ഓടി വന്ന് മാഷിന്റെ കയ്യിൽ പിടിച്ചു. വാ, അകത്തേക്ക് വാ മഹേഷ്. മാഷ് കൂടി പറഞ്ഞതോടെ മഹേഷ് അകത്തേക്ക് കയറി. ഗായത്രി ആ വഴിയെ സംസാരിച്ച് ശ്യാമളയ്ക്കൊപ്പം അടുക്കളയിലേക്ക് തന്നെ പോയി. എങ്ങനെയുണ്ട് ഗായു, അവിടെ എല്ലാവരും? എല്ലാവർക്കും എന്നോട് വലിയ സ്നേഹാമേ. ആണോ? നീ ഇവിടെ എന്നോട് കാണിക്കുന്ന പോലെ കുറുമ്പൊന്നും കാട്ടാൻ നിൽക്കല്ലേ. ഞാൻ അങ്ങനെ ചെയ്യുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ചെറിയ കുട്ടികളെ പോലെ ചുണ്ടിൽ പരിഭവം നിറച്ചുകൊണ്ട് ഗായത്രി അവരോട് ചോദിച്ചു. ശ്യാമള മെല്ലെ അവളുടെ തലയിൽ തലോടി. എന്റെ ഗായു, നീ അങ്ങനെ പറയുമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്നും പറയരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മഹേഷിന്റെ അമ്മയാണ്. എപ്പോഴും ആ ബഹുമാനവും സ്നേഹവും ഒക്കെ കൊടുക്കണം. ശ്യാമള പറഞ്ഞതിന് മറുപടിയായി ഗായത്രി തലയാട്ടിയതും ശ്യാമള ഒരു ചെറുചിരിയോടെ അവളെ നോക്കി. നിങ്ങൾ ഇങ്ങോട്ടേക്കായിട്ട് ഇറങ്ങിയതാണോ? അല്ലമ്മേ, ക്ഷേത്രത്തിൽ വരാൻ വേണ്ടി ഇറങ്ങിയതാ. പിന്നെ മഹേഷ് ചേട്ടനാ പറഞ്ഞേ നമുക്ക് വീട്ടിൽ കൂടി കയറിയിട്ട് പോകാമെന്ന്. ശരിക്കും ഞാനിന്നലെ നിങ്ങളെ എല്ലാവരെയും മിസ് ചെയ്തു. ഗായത്രി ഒരു നെടുവീർപ്പോടെ പറഞ്ഞപ്പോൾ ശ്യാമളയ്ക്ക് നെഞ്ചു വിങ്ങിപ്പോയി. മൂത്ത മകൾ വിവാഹം കഴിച്ചു പോകുമ്പോൾ തനിക്ക് ആശ്വാസമായി ഇവിടെ തനിക്കൊപ്പം ഉണ്ടാകുമെന്ന് കരുതിയവളാണ്. എന്നാൽ ഇപ്പോൾ വിധി എത്ര ക്രൂരമായിട്ടാണ് തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു പതിച്ചത്. ശ്യാമള നെടുവീർപ്പോടെ ഓർത്തു. എന്തായാലും സംഭവിച്ചതെല്ലാം നല്ലതിനാണ്. അതുകൊണ്ട് എന്താ, ഗായത്രിക്ക് നല്ലൊരു ജീവിതം ലഭിച്ചില്ലേ? അയ്യോ, നിന്നോട് വർത്താനം പറഞ്ഞിരുന്ന് മഹേഷിന് ചായ കൊടുക്കാൻ മറന്നുപോയി. അതും പറഞ്ഞുകൊണ്ട് ശ്യാമള വേഗം ചായപാത്രം അടുപ്പിലേക്ക് വെച്ച് 2 പേർക്കുള്ള ചായ ഉണ്ടാക്കി. തിളച്ചു വന്ന ചായയിലേക്ക് തേയിലപ്പൊടിയും പഞ്ചസാരയും പൊടിച്ചു വെച്ച ഏലക്കയും ചേർത്തിളക്കി. അതരിച്ച് ഒരു കപ്പിലേക്ക് പകർന്നൊഴിച്ചു ഗായത്രിയുടെ കയ്യിലേക്ക് കൊടുത്തു. മറ്റൊരു കപ്പുമായി അവർ ഹോളിലിരിക്കുന്ന മഹേഷിന്റെ അടുത്തേക്ക് ചെന്നു. ദാമോനെ, ചായ കുടിക്ക്, എന്നിട്ട് ആഹാരം കഴിക്കാം. ശ്യാമള ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചപ്പോൾ മഹേഷ് സന്തോഷപൂർവ്വം തന്നെ അത് നിരസിച്ചു. അത് പിന്നീടൊരിക്കലാകാമേ. വീട്ടിൽ ആർക്കും അറിയില്ല ഞങ്ങൾ ഇവിടേക്ക് വന്ന കാര്യം. അവിടെ വല്യമ്മമാരൊക്കെ പറഞ്ഞതേ 3 ദിവസം കഴിഞ്ഞിട്ടേ ഇങ്ങോട്ടേക്ക് വരുന്നതിനെക്കുറിച്ചാണ്. അതുകൊണ്ട് ഞങ്ങൾ ആഹാരമൊക്കെ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചോളാം. എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ വരാനുള്ളതല്ലേ. മഹേഷ് പറഞ്ഞപ്പോൾ ശ്യാമള ചിരിയോടെ തലയാട്ടി. അമ്മേ, നിധിയും ബാലയും വന്നായിരുന്നോ പിന്നീട്? നീ വിവാഹം കഴിച്ചു പോയതിൽ എന്നേക്കാൾ കൂടുതൽ വിഷമം ഇപ്പൊ അവർക്കാണ്. എല്ലാ തല്ലുകൊള്ളിത്തരത്തിനും മുമ്പിൽ നിൽക്കുന്നത് നീയായിരുന്നല്ലോ. പെട്ടെന്ന് മറ്റൊന്നും ചിന്തിക്കാതെ ശ്യാമള ഗായുവിനെ നോക്കി പറഞ്ഞപ്പോൾ ഗായത്രിയുടെ നോട്ടം അറിയാതെ മഹേഷിലേക്ക് പാളി. അവന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരിയുണ്ടായിരുന്നു. ഗായത്രി പോലും കാണാതെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ച ചിരി. പക്ഷെ അവളത് കൃത്യമായി കണ്ടു. അമ്മേ, ഞാൻ പോയി നിധിയെ മലയൊന്ന് കണ്ടിട്ട് വരാം. ഹാ, നീ ഇവിടെ നിൽക്കുവണ്ണേ. മഹേഷ് ഇവിടെ ഇരിക്കുമല്ലേ?
ഞാൻ വേഗം പോയി അവരെ വിളിച്ചിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് അഴിഞ്ഞു താഴേക്ക് വീണ് തുമ്പെടുത്ത് എളിയിൽ കുത്തിവെച്ച് ശ്യാമള ജയന്തിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. ഗായു വന്നിട്ടുണ്ടെന്നറിഞ്ഞതും വല്ലാത്ത സന്തോഷത്തോടെ ജയന്തിയും ബാലയും നിധിയും ഓടി അവിടേക്ക് വന്നു. ഗായുവിനെ കാണാനായി ഓടിയലച്ചു വന്നവർ അവൾക്കൊപ്പം മഹേഷിനെ കൂടെ കണ്ടതോടെ അല്പം പരിങ്ങളോടെ അവിടെ തന്നെ നിന്നുപോയി. ശേഷം പതിയെ ഗായുവിനെ കണ്ണു കാണിച്ചു പുറത്തേക്ക് വരാൻ. അങ്ങനെ അവർ മൂവരും അടുക്കളപ്പുറത്തേക്ക് ഇറങ്ങി നിന്നു. നിനക്ക് സുഖമല്ലേ ഗായു? അവിടെയുള്ളവരൊക്കെ എങ്ങനെയുള്ളവരാ? നല്ല ആളുകളാണോ? നല്ല സ്നേഹമൊക്കെ ആണോ നിന്നോട്? എത്ര ചോദിച്ചിട്ടും നിധിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. ബാലയാണെങ്കിൽ ഒരു ചിരിയോടെ ഗായത്രി എന്താകും പറയാൻ പോകുന്നത് എന്നറിയാനേ ഉള്ളൂ. എല്ലാവരും നല്ലവരാ. മഹേശ്വരന്റെ ചേച്ചിയൊക്കെ പാവമാ. അമ്മയും നല്ലതാ. എല്ലാവർക്കും എന്നോട് വലിയ സ്നേഹ. ഭാഗ്യം, ഇപ്പോഴൊന്ന് സമാധാനായത്, നിധി പറഞ്ഞു. അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? ബാല നിധിയോട് ചോദിച്ചു. അതല്ലടി, അവരെല്ലാരും ഗംഗേച്ചിക്ക് വേണ്ടിയല്ലേ. അപ്പൊ പെട്ടെന്ന് നിന്നെ അംഗീകരിക്കാൻ കഴിയായിരിക്കോ എന്നൊക്കെ ഓർത്ത് ഞാൻ വല്ലാണ്ട് ഭയപ്പെട്ടു. പെട്ടെന്ന് നിധി അങ്ങനെ പറഞ്ഞതും ഗായത്രി അവളെ ചേർത്ത് പിടിച്ചു. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എനിക്കവിടെ ഒരു കുഴപ്പമില്ല. നല്ല സന്തോഷം മാത്രമേ ഉള്ളൂ. ഒന്നും രണ്ടും പറഞ്ഞ് അവരുടെ ആ സംസാരം അങ്ങനെ നീണ്ടുപോയി. കുറച്ചു നേരത്തിന് ശേഷം ശ്യാമള വന്ന അവിടേക്ക്. ഗായു, മഹേഷ് ദാ പോകാനിറങ്ങി. ഇപ്പൊ തന്നെ ഒരുപാട് നേരമായില്ലേ ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞിറങ്ങിയിട്ട്. നിങ്ങൾ ഒരുപാട് വൈകിയാൽ അവർക്കതൊക്കെ ഒരു നീരസം ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ വേഗം പോകാൻ നോക്ക്. എന്തായാലും നാളെ കഴിഞ്ഞ് ഇവിടേക്ക് തന്നെ വരാനുള്ളതല്ലേ. നിധിയും ബാലയും ഒന്ന് പുണർന്നുകൊണ്ട് ശ്യാമളയോടും മാഷോടും യാത്ര പറഞ്ഞ് ഗായത്രി മഹേഷിനൊപ്പം കാറിൽ കയറി. ആ കാർ അകന്നു പോകുമ്പോൾ അവിടെയുള്ള എല്ലാവരും അവളെ നോക്കി കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. ശ്യാമളയ്ക്കെന്തോ അപ്പോഴാണ് മനസ്സിലൊരു ആശ്വാസം തോന്നിയത്. ഇന്നലെ വരെ ഗായത്രി എങ്ങനെയാ വീടുമായി പൊരുത്തപ്പെടും എന്നോർത്തൊരു നേരിയ ഭയമുണ്ടായിരുന്നു അവർക്ക്. പക്ഷെ ഇപ്പോൾ അതില്ല. മറ്റൊന്നുമല്ല അതിന് കാരണം ഗായത്രിയുടെ മുഖത്തെ നിറഞ്ഞ സന്തോഷം തന്നെയാണ്. അവൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലായതും ശ്യാമളയ്ക്കും അതൊരാശ്വാസമായി. പിന്നെയും കുറച്ചു നേരം കഴിഞ്ഞിട്ടായിരുന്നു ഗായത്രിയേക്ക് മഹേഷിന്റെ വീട്ടിലേക്ക് ചെന്നത്. അപ്പോഴേക്കും അവിടെയുള്ള എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചിരുന്നു. ആഹാ, നിങ്ങൾ വന്നല്ലേ, വാ ആഹാരം കഴിക്കാം. അവരെ കണ്ട മാത്രമേ തന്നെ ഗീത പറഞ്ഞു. ഗീത പറഞ്ഞത് പ്രകാരം അവിടെ ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാണ് ഗായത്രി നേരെ മുകളിലേക്ക് പോയത്. മറ്റൊന്നും കൊണ്ടല്ല, എങ്ങനെയെങ്കിലും ഈ സെറ്റ് ഊരിയിടണം. എന്തോ ഇങ്ങനത്തെ വേഷങ്ങൾ അധികം ധരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഗായത്രിക്കത് ഉടുത്തു നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഗായത്രി മുകളിലേക്ക് കയറാൻ തുടങ്ങിയ നേരത്താണ് മഹിമ അടുക്കളയിൽ നിന്ന് ഓടി അവൾക്കടുത്തേക്ക് വന്നത്. അപ്പോഴേക്കും മഹേഷ് മുകളിലേക്ക് പോയി. എങ്ങനെയുണ്ടായിരുന്നു ഗായു ക്ഷേത്രത്തിൽ പോയിട്ട്? നിങ്ങൾ വീട്ടിലേക്ക് പോയിരുന്നോ? പോയി ചേച്ചി. വീട്ടിൽ പോയി അച്ഛനെയും അമ്മയും എല്ലാരെയും കണ്ടു. ആണല്ലേ, സന്തോഷമായി വന്നിട്ട്? ഓ ചേച്ചി, ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസം വന്നത്. ഗായത്രി അതീവ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ അവളുടെ നിറചിരിയിലേക്ക് മഹിമയും പങ്കുചേർന്നു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യേ, വേഗം പോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കോ. ശരി ചേച്ചി. അതും പറഞ്ഞ് ഗായത്രി മുകളിലേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം തന്നെ മഹേഷ് റെഡിയായി ഏതോ കൂട്ടുകാരനെ കാണാനുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് പോയിരുന്നു. ഗായത്രിയോട് പറഞ്ഞിട്ടാണ് അവൻ പോയത്. മഹേഷ് റൂമിലില്ലായിരുന്നത് കൊണ്ട് തന്നെ ഗായത്രി കുറച്ചു നേരം റൂമിൽ സ്വസ്ഥമായിരുന്നു. എന്തോ മഹേഷ് അരിയിലുണ്ടെങ്കിൽ അവൾക്ക് എല്ലാത്തിനും ഒരുതരം വെപ്രാളമാണ്. ഗായത്രിയുടെ കണ്ണുകൾ ആ റൂമിൽ ആകമാനം ഒന്ന് ഓടി നടന്നു. തൻ്റെ മുറി പോലല്ല. തൻ്റെ മുറിക്കും ഈ വലുപ്പം ഉണ്ടെങ്കിൽ പോലും ഇത്രയും വൃത്തിയൊന്നുമില്ല. കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ താൻ അവിടെ ഇവിടെയായി വെക്കാറുണ്ട്. പക്ഷേ മഹേഷ് അങ്ങനൊരാളല്ല. ഓരോ സാധനങ്ങൾക്കും പ്രത്യേക സ്ഥലമുണ്ട്. അതവിടുന്ന് കടിക്കിട മാറാതെ വെക്കും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഗായത്രി അത്രത്തോളം മഹേഷിനെ മനസ്സിലാക്കിയിരുന്നു. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഗായത്രി ഒന്ന് മയങ്ങി എഴുന്നേൽക്കുമ്പോൾ റൂമിൽ മഹേഷ് ഉണ്ടായിരുന്നു. അവൻ സിസ്റ്റം ഓൺ ചെയ്തു വെച്ച് അതിലെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണും തിരുമ്മി എഴുന്നേറ്റ് ഗായത്രി പെട്ടെന്ന് മഹേഷിനെ കണ്ടതും ചെറിയൊരു പരിങ്ങലോടെ പതിയെ ബാത്റൂമിലേക്ക് പോയി. മുഖമൊക്കെ ഒന്ന് കഴുകി തിരികെ ഇറങ്ങുമ്പോൾ മഹേഷിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ അവൾ മറന്നില്ല. മഹേഷേട്ടൻ എപ്പോ വന്നു? പതുങ്ങിയ ശബ്ദത്തോടെ ഗായത്രി ചോദിച്ചു. ഞാൻ വന്നിട്ട് കുറച്ചു സമയമായി. ഞാൻ വന്ന നേരത്ത് താൻ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ടാ പിന്നെ വിളിക്കാതിരുന്നത്.
മഹേഷ് സിസ്റ്റത്തിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞതും ഗായത്രി ചിരിയോടെ അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് മുഖത്തെ വെള്ളം തുടച്ച് തോർത്ത് കട്ടിൽപ്പടിയിൽ വെച്ച് താഴേക്കിറങ്ങാൻ തുടങ്ങി. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് മഹേഷിന്റെ വിളി വന്നത്. ഗായു, ഈ തോർത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പോകരുത് കേട്ടോ. ഇതൊക്കെ ഒന്ന് വിരിച്ചിടണേ. പെട്ടെന്ന് മഹേഷ് എങ്ങനെ പറഞ്ഞതും ഗായത്രിക്ക് എന്തോ വല്ലായ്മ തോന്നി. മഹേഷിന്റെ സ്വഭാവം അറിഞ്ഞു വെച്ചിട്ടും താൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഗായത്രി സ്വയം കുറ്റപ്പെടുത്തും പോലെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി തലകുലുക്കി. എന്നിട്ട് തോർത്തെടുത്ത് സ്റ്റാൻഡിലേക്ക് വിരിച്ചിട്ടു. ശേഷം ധൃതിയിൽ താഴേക്ക് നടന്നു. അവരുടെ വിവാഹത്തിനു വേണ്ടി വന്നിട്ട് ഇതുവരെ പോകാത്ത ചില ബന്ധുക്കൾ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു താഴെ. ഗായത്രി എല്ലാവരെയും ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് മഹിമയെ അന്വേഷിച്ചു. മഹിമ അടുക്കളയിൽ പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയം ഗായത്രി വേഗം തന്നെ അവൾക്കടുത്തേക്ക് ചെന്നു. ആ, ഗായു എഴുന്നേറ്റോ? ക്ഷീണമൊക്കെ മാറിയോ? അവളെ കണ്ടതും മഹിമ ചോദിച്ചു. ഇതാ നല്ല ചൂട് പഴംപൊരിയാ, കഴിച്ചു. ഗായത്രിക്ക് ഇഷ്ടമാണോ പഴംപൊരി? മഹിമയെ നോക്കിയൊന്ന് തലയാട്ടിക്കൊണ്ട് ഗായത്രി പ്ലേറ്റിൽ നിന്നും ഒരു പഴംപൊരി എടുത്തു. അപ്പോഴേക്കും തന്നെ ഗീതയും അവിടേക്ക് വന്നിരുന്നു. ഗായത്രിക്ക് ഒരു ഗ്ലാസ്സിൽ ചായ പകർന്നു നൽകിയവർ. ഗായു, മോൾ ഇത് കഴിച്ചിട്ട് ഈ ചായ മഹേഷിനും കൂടി ഒന്ന് കൊടുക്കണേ. അവനെന്തോ ബാങ്കിൽ അത്യാവശ്യ കാര്യം നോക്കാനുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് മുമ്പ് വന്ന് കയറിയതാ. ഗീത പറഞ്ഞപ്പോ ഗായത്രി ചിരിയോടെ തലയാട്ടി. തന്റെ പങ്ക് വേഗം കഴിച്ചു തീർത്തിട്ട് അവൾ ഗീത നൽകിയ ചായ തണുക്കും മുന്നേ തന്നെ മുറിയിലേക്ക് കയറി ചെന്നു. മഹേഷ് അപ്പോഴും കാര്യമായിട്ട് എന്തോ സിസ്റ്റത്തിൽ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. മഹേഷേട്ടാ, ചായ. ഗായത്രി അതും പറഞ്ഞുകൊണ്ട് ചായക്കപ്പ് മഹേഷിന് നേർക്ക് നീട്ടി. പെട്ടെന്ന് സിസ്റ്റത്തിൽ നോക്കി ചായ വാങ്ങിയതുകൊണ്ടാണോന്നറിയില്ല, മഹേഷ് കപ്പ് പിടിച്ചപ്പോ അവന്റെ കൈവിരൽ അറിയാതെ ഗായത്രിയുടെ വിരലുകളുമായി സ്പർശിച്ചു. പെട്ടെന്ന് ഇരുവർക്കും ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോകും പോലെ തോന്നി. ഞെട്ടലോടെ മഹേഷ് ഗായത്രിയെ നോക്കി. മഹേഷിന്റെ നോട്ടം നേരിടാനാവാതെ ഗായത്രി മുഖം കുനിച്ചു പിടിച്ച് താഴേക്ക് ഓടാൻ തുടങ്ങിയതും മഹേഷ് അവളുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു. താനിതെവിടേക്കാ ഓടി മറിയാൻ നോക്കുന്നത്? അത് അത് പിന്നെ ഗായത്രിയുടെ മുഖം വീണ്ടും കുനിഞ്ഞു. ഗായനും ബീച്ചിൽ പോകുന്ന ഇഷ്ടമാണോ? മഹേഷ് അവളെ നോക്കി ചോദിച്ചു. ഇഷ്ടാണ്. ഗായത്രി മറുപടിയും നൽകി. എങ്കിൽ നമുക്കിന്ന് ബീച്ചിൽ വരെ പോയാലോ? മഹേഷ് ചോദിച്ചപ്പോൾ ഗായത്രി മറ്റൊന്നും ചിന്തിക്കാതെ അപ്പൊ തന്നെ സമ്മതം മൂളി. കാര്യം അവൾക്കും ഇഷ്ടമുള്ളതാണ്. എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്നതും പുറത്തൊക്കെ സമയം ചിലവഴിക്കുന്നതുമൊക്കെ. ഓക്കെ, എങ്കിൽ വൈകിട്ടൊരു 4 മണിയാകുമ്പോൾ റെഡിയായി നിൽക്കുമോ? നിൽക്കാം. ഗായത്രി മഹേഷിനെ നോക്കി സമ്മതപൂർവ്വം തലയാട്ടി. വൈകുന്നേരം ആയതും മഹേഷ് പതിയെ തൊടിയിലേക്ക് നടന്നു. വിവാഹ തിരക്കുകൾ കാരണം കുറച്ചധികം ദിവസങ്ങളായി അവിടേക്കൊന്നും പോകാൻ കഴിഞ്ഞിരുന്നില്ല. തൊടിയിലേക്ക് നടക്കും മുമ്പേ മഹേഷിന്റെ അടുക്കൽ പുറത്തിരുന്ന വള്ളിക്കുട്ടയും കയ്യിലേക്കെടുത്തു. പാകമായ പച്ചക്കറികൾ പൊട്ടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളതാണ് ആ കൊട്ട. പോകുമ്പോഴേ തന്നെ 3-4 പാവയ്ക്ക വിളഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവനത് പൊട്ടിച്ച് കൊട്ടയിലേക്കിട്ടു. ഒപ്പം കുറച്ച് കോവലും ഒരു പിടി ചീരയും. അങ്ങനെ വീട്ടിലേക്ക് നാളെ ഉച്ചയൂണിന് ആവശ്യമായ പച്ചക്കറികളെല്ലാം അവൻ പൊട്ടിച്ചെടുത്തു. തലേന്നത്തെ മഴയത്ത് ഒടിഞ്ഞു വീണ അത്ര വിളയാത്ത ഒരു വാഴക്കുലയും വെട്ടിയെടുത്ത് മറുകൈയിൽ കൊട്ടയുമായിട്ടാണ് മഹേഷ് അടുക്കളപ്പടിയിലേക്ക് ഇരുന്നത്. ഇന്നാമ്മേ, ഇതങ്ങോട്ട് വെക്ക്. മഹേഷ് വിളിച്ചു പറഞ്ഞതും അടുക്കളയിൽ നിന്ന് ഗീത അതെടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. അമ്മേ, ഇന്ന് വൈകിട്ട് ഞാൻ ഗായുവിനെയും കൂട്ടി ബീച്ചിൽ വരെ ഒന്ന് പോയിട്ട് വരാം. അതിനെന്താ മോനെ, നിങ്ങൾ പോയിട്ട് വാ. ഞാനത് നിന്നോട് പറയാനിരിക്കായിരുന്നു. ആ കുട്ടിയും കൂട്ടി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്ന്. നിനക്ക് ഒരാഴ്ചത്തെ ലീവല്ലേ ഉള്ളൂ. നാളെയോ മറ്റോ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ഒന്ന് പോവും. അതിനുശേഷം ഗായത്രിയുടെ വീട്ടിൽ പോവണ്ടേ? പിന്നെ 2 ദിവസം എന്തായാലും അവിടെ നിൽക്കണ്ടേ? ദിവസങ്ങൾ കണ്ണടിച്ച് തുറക്കുമ്പോഴങ്ങ് കഴിഞ്ഞു പോകും. ഇനിയിപ്പോൾ എല്ലായിടത്തേക്കും ഒന്ന് ഓടിച്ചെല്ലണം. അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും അതൊരു വലിയ പരാതിയായിരിക്കും. ഗീത പറഞ്ഞപ്പോൾ മഹേഷ് അത് ശരിയാണല്ലോ എന്ന അർത്ഥത്തിൽ തന്നെ തലകുലുക്കി. അവൻ പോക്കറ്റിൽ കിടന്ന ഫോണെടുത്ത് സമയം നോക്കി. അതിൽ സമയം 3 മണിയെന്ന് കണ്ടതും മഹേഷ് ധൃതിയിൽ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അതേസമയം കുളിച്ചിട്ടിറങ്ങുമായിരുന്നു ഗായു. മഹേഷ് ബീച്ചിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ ഒരു ചുരിദാറായിരുന്നു ഇടാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ബാക്കിൽ വലിയ നീളത്തിലുള്ള ഒരു സിബാണ് വെച്ചിരിക്കുന്നത്. അവളെ കൊണ്ട് അത് ഒറ്റയ്ക്കിടാൻ കഴിയാത്തതുകൊണ്ട് തന്നെ മഹിമയെ റൂമിൽ നിർത്തിയിട്ടാണ് അവൾ കുളിക്കാൻ കയറിയത്. ഗായു കുളിച്ചിറങ്ങുന്നതും കാത്തു നിൽക്കുവാണ് മഹിമ. അതേസമയം തന്നെയാണ് മഹിമയുടെ മകള് എന്തോ ഒരു ആവശ്യത്തിന് മഹിമയെ വന്ന് പുറത്തേക്ക് വിളിച്ചത്. മഹിമ പുറത്തേക്കിറങ്ങിയ സമയം തന്നെ
ഇതൊന്നും അറിയാതെ മഹേഷ് അകത്തേക്ക് ചെന്നത്. അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത് മഹേഷ് നിൽക്കുന്ന നേരത്താണ് ബാത്റൂമിന്റെ ഡോർ തുറന്ന് ഗായത്രി ഇറങ്ങി വരുന്നത്. സത്യത്തിൽ ഗായത്രി മഹേഷിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മുറിയിലൊരു ആളനെ കുറഞ്ഞതും ഗായത്രി കരുതിയത് അത് മഹിമയായിരിക്കും എന്നാണ്. ചേച്ചി, ഇതാ ഈ സിബിന്റെ കാര്യം ഞാൻ പറഞ്ഞേ, ഇതൊന്നും ഇട്ട് തന്നേ. അതും പറഞ്ഞ് ഗായത്രി പുറംതിരിഞ്ഞു നിന്നതും അറിയാതെ മഹേഷിന്റെ ശ്രദ്ധ അവിടേക്ക് പാളി വീണു. തുറന്നു കിടക്കുന്ന സിബിനുള്ളിലൂടി അനാവൃതമായ ഗായത്രിയുടെ പുറമേനി കണ്ടതും അറിയാതെ ഉമിനീർ വിഴുങ്ങിപ്പോയി മഹേഷ്. വല്ലാത്തൊരു വെപ്രാളത്തോടെ എന്ത് ചെയ്യണമെന്നറിയാതെ മഹേഷ് ആ നിമിഷം നിന്നുപോയി. ഗായു, പെട്ടെന്ന് മഹേഷിന്റെ സ്വരം പിന്നിൽ കേട്ടതും ഗായു ഒരു ഞെട്ടലോടെ പിന്തിരിഞ്ഞു നിന്ന് അവനെ നോക്കി. പിന്നിൽ സിബിടാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിഞ്ഞ സമയം തോളിന്റെ ഭാഗത്ത് നിന്ന് ഊർന്നു പോകാൻ തുടങ്ങിയ ചുരിദാറിന്റെ ടോപ്പ് പിടിച്ചവൾ നേരെയിട്ടു. ചേച്ചി, ചേച്ചി എവിടെ? ഞാൻ ചേച്ചി എവിടെ നിർത്തിയിട്ടാണല്ലോ പോയത്? ഗായത്രി വെപ്രാളത്തോടെ ചോദിച്ചു. ഞാൻ റൂമിലേക്ക് വരുമ്പോൾ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. മഹേഷ് തിരികെ മറുപടിയും കൊടുത്തു. ആ സിബിടാൻ വേണ്ടിയാണ് താൻ ചേച്ചി അന്വേഷിക്കുന്നതെങ്കിൽ ഞാൻ ഇട്ടുതരാം. മഹേഷ് പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ പറഞ്ഞതും ഗായത്രി തല വിലങ്ങനെ ചലിപ്പിച്ചു. എന്തോ പെട്ടെന്ന് തോന്നിയൊരു ഉൾപ്രേരണയുടെ പുറത്ത് മഹേഷ് പതി അവൾക്കടുത്തേക്ക് ചെന്നു. അവനടുത്തേക്ക് വരുന്നതിനനുസരിച്ച് ഗായത്രി പിന്നിലേക്ക് അടിവെച്ച് നടന്നു. ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിൽ കോർത്തു. ബാത്റൂം ഡോറിൽ തട്ടി ഗായു നിന്നുപോയി. പെട്ടെന്ന് ഒന്നും ചിന്തിക്കാതെ മഹേഷ് അവളെ വട്ടം പിടിച്ചുകൊണ്ട് കൈയെത്തിച്ച് മെല്ലെ അവളുടെ ചുരിദാറിന്റെ സിബ് മുകളിലേക്ക് വലിച്ചു കയറ്റി. അപ്പോഴും ഇരുവരുടെയും മിഴികൾ കുറുത്തു തന്നെ നിന്നു. ഇടയ്ക്കെപ്പോഴോ മഹേഷിന്റെ ചൂണ്ടുവിരലും സിബിനൊപ്പം അവളുടെ പുറത്തുകൂടി ഒന്നിഴഞ്ഞു. ഒന്ന് പിടഞ്ഞുകൊണ്ട് ഗായു അനങ്ങിയതും അറിയാതെ അവളുടെ മാരടങ്ങൾ മഹേഷിന്റെ നഗ്നമായ നെഞ്ചിലേക്ക് അമർന്നുപോയി. ശ്വാസം പോലും വിടാനാകാതെ അവൾ ആ നിൽപ്പ് നിന്നു. തുടരും. പറ്റുമെങ്കിൽ അടുത്ത പാർട്ടി ഇന്ന് തരാം, അല്ലെങ്കിൽ നാളെ.